എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയോട് നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസ്വാമിയുടെയൊക്കെ ഇന്നത്തെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന കൊന്നമരത്തെക്കുറിച്ചുള്ള കഥ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു ഗിരിദേവൻ ഉണ്ണിമോൾക്ക്. അപ്പൊ കുറച്ചായപ്പോ തന്നെ കഥ നിർത്തി. പിന്നീട് ഉണ്ണിമോള് ചോദിച്ചു, ബാക്കി കഥ പറഞ്ഞില്ലല്ലോ ഗിരിദേവ, എന്താ പിന്നെ സംഭവിച്ചെന്ന് ചോദിക്കുകയാണ്. ഗിരിദേവൻ പറഞ്ഞു, ഒരാളെയും കൊല്ലാതെ കൊന്നമരം എന്നുള്ള പേര് വീണ് കഴിഞ്ഞപ്പോൾ കൊന്നമരത്തിന് ഭയങ്കര വിഷമമായിരുന്നു. പിന്നീട് കൊന്നമരത്തിനോട് ശ്രീരാമൻ പറഞ്ഞു, നീ ചെയ്ത കർമ്മബലമാണ് നീ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കുഴപ്പമില്ല, നിന്റെ ഈ ഇതൊക്കെ മാറി നിനക്ക് മഹത്വം സൽകൃത്യമൊക്കെ വരുന്നൊരു സമയം വരുമെന്ന് പറയാണ്. നീ എന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ പറയാം. പിന്നീട് എന്ത് സംഭവിച്ചു? കൊന്നമരം അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് പറയാണ്. അല്ല, കൊന്നമരത്തിന് ശാപമോക്ഷം കിട്ടിയോന്ന് ചോദിക്കുകയാണ് ഗിരിദേവനോട്. അത് അറിയുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഒരാളുടെ കഥ അറിയണമെന്ന്. അതാരുടെ കഥയാ? അതാണ് നമ്മുടെ കുട്ടിനാരായണന്റെ കഥ അറിയണമെന്ന്. കുട്ടിനാരായണനോ? അതാരാന്ന് ചോദിക്കുകയാണ്. ഉണ്ണിമോൾക്കൊന്നും മനസ്സിലായില്ല. പെട്ടെന്ന് ഉണ്ണിമോൾ പറഞ്ഞു, കുട്ടിനാരായണൻ എന്നൊരു ഒരു ചെറിയ കൊച്ചുണ്ടായിരുന്നു. അവന്റെ അച്ഛനും വലിയ വ്യാപാരിയൊക്കെ ആയിരുന്നു. അപ്പൊ അവനും അമ്മയും മാത്രമായിരുന്നു വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്നത്. അവര് അയാളുടെ കുട്ടിനാരായണന്റെ അച്ഛൻ വല്ലപ്പോഴും അങ്ങനെ വീട്ടിൽ വന്നിരുന്നുള്ളൂ. വരുമ്പോ സമയത്ത് ഒത്തിരി പണവും സ്വർണവും അതോടൊപ്പം തന്നെ വസ്ത്രങ്ങളൊക്കെ ആയിട്ട് വന്നിരുന്നേ. അങ്ങനെ എല്ലാവർക്കും അവിടുത്തെ നാട്ടുകാർക്കൊക്കെ ഭയങ്കര പ്രിയങ്കരനായിരുന്നു. വലിയ പൈസക്കാരനാണല്ലോ, അപ്പൊ വലിയ വ്യാപാരിയായിരുന്നു എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ പതിവ് പോലെ തന്നെ ഒരു ദിവസം കുട്ടിനാരായണൻ ഇങ്ങനെ ഉമ്മറത്തിരിക്കുന്ന സമയത്ത് അവന്റെ അമ്മ അങ്ങോട്ട് കടന്നു വന്നു. അപ്പൊ അമ്മ ഇങ്ങനെ വന്ന് വഴിക്കണ്ണുമായിട്ട് നിൽക്കുന്നുണ്ടപ്പോ കുട്ടിനാരായണൻ ചോദിച്ചു, എന്താ അമ്മ ഇങ്ങനെ നോക്കിയിരിക്കണേന്ന് ചോദിക്കുകയാണ്. അതെ, ഇന്ന് ആ തിത്തിരിപ്പുള്ളു മുഖം മിനുക്കിയിട്ടുണ്ട്. അങ്ങനെ മുഖം മിനിക്കാൻ അർത്ഥം എന്താണെന്നറിയാവോ? ആരും നമുക്ക് വിരുന്നുകാർ വരുന്നുണ്ടെന്നാ. ഇന്ന് മിക്കവാറും മോന്റെ അച്ഛൻ വരുമായിരിക്കും എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് കുട്ടിനാരായണന്റെ അച്ഛൻ അങ്ങോട്ട് വരുന്നത്. അച്ഛനെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ കുട്ടിനാരായണന് ഭയങ്കര സന്തോഷമായി. അച്ഛൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വലിയ നല്ല നല്ല ഉടുപ്പുകളും എല്ലാം കുട്ടിനാരായണനെ കൊണ്ടേ കൊടുക്കും. കുട്ടിനാരായണൻ ആകെപ്പാടൊരു വിഷമം ഉണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ ഡെയിലി വീട്ടിൽ വരുന്നില്ല. ബാക്കി കൂട്ടുകാരുടെ എല്ലാ അച്ഛന്മാര് വൈകുന്നേരം വീട്ടിൽ വരും. അതാ സങ്കടം മാറ്റാനായിട്ട് അമ്മ പറയുന്നുണ്ടായിരുന്നു. ബാക്കി എല്ലാവരുടെയും അച്ഛന്മാരൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൽപ്പണിയും മരപ്പണിയൊക്കെ അല്ലേ. മോന്റെ അച്ഛനങ്ങനല്ലോ, വലിയ വ്യാപാരിയല്ലേ, അതുകൊണ്ടാ എല്ലാ ദിവസം വരാൻ പറ്റാത്തെന്നൊക്കെ പറഞ്ഞ് അവനെ സമാധാനിപ്പിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പതിവ് പോലെ തന്നെ അവന്റെ അച്ഛൻ വീണ്ടും വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവരകത്തേക്ക് കയറി കഥ അടയ്ക്കുവാണ്. കഥ അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും പുറത്ത് കഥയും മുട്ടും സൗണ്ട് കേട്ടു. പെട്ടെന്ന് തന്നെ കുട്ടിനാരായണന്റെ അമ്മ വന്ന് കഥ തുറന്നു നോക്കി. കഥ തുറന്നേക്ക് രണ്ടുപേരും നിൽക്കുന്നുണ്ട്. അപ്പൊ അമ്മ എന്താ ഓർത്തെ? ആരോ സഹായം അഭ്യർത്ഥിച്ചു വരുന്ന. അവർ അച്ഛൻ വന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ സഹായം ചോദിച്ചുകൊണ്ട് കുറെ ആൾക്കാർ വരും. അതെ, ഇന്ന് പോയിട്ട് നാളെ വന്നാൽ മതി കേട്ടോ, ഇപ്പൊ അദ്ദേഹം വന്ന് വിശ്രമിക്കുന്നുള്ളെന്ന് പറയുന്നതാണ്. ഇതൊന്നും കേൾക്കാതെ അവന്മാർ രണ്ടുപേരും അകത്തേക്ക് അങ്ങ് കയറുവാണ്. എന്നിട്ട് കുട്ടിനാരായണന്റെ അച്ഛനെ പിടിച്ചുകൊണ്ട് അങ്ങോട്ട് പോവാണ്. എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോ ഇവനുണ്ടല്ലോ, ഇവനെ കുറിച്ച് കൂടുതലൊന്നും പറയാതിരിക്കുന്നത് നല്ലത് എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോകുവാണ്. പക്ഷെ എന്നാ സംഭവം ഒന്നും ആ അമ്മയ്ക്കും മോനും മനസ്സിലായില്ല. പെട്ടെന്ന് ഉണ്ണിമോളോ ഗിരിദേവനോട് ചോദിച്ചു, അതെന്താ വ്യാപാരി എന്നല്ലേ പറഞ്ഞേ, പിന്നെ എന്തിനാ ആ കുട്ടിനാരായണന്റെ അച്ഛനെ പിടിച്ചോണ്ട് പോയെന്ന് ചോദിക്കണം. അത് ആരാ ഗിരിദേവ പിടിച്ചോണ്ട് പോയെന്ന് ചോദിക്കണം. അതോ? പിന്നീട് ഗിരിദേവൻ ബാക്കി കഥ പറയാണ്. അത് തമ്പുരാന്റെ ആൾക്കാരായിരുന്നു. ശരിക്കും വ്യാപാരി ആയിരുന്നില്ല കുട്ടിനാരായണന്റെ അച്ഛൻ രാമഭദ്രൻ, ഒരു കള്ളനായിരുന്നു. എല്ലാത്തിടത്തും പോയി മോഷ്ടിച്ച് പണമോ സ്വർണോ എല്ലാം വീട്ടിൽ കൊണ്ടുവരും. അങ്ങനെയായിരുന്നു അയാള് വലിയ വ്യാപാരിയാണെന്ന് പറഞ്ഞ് നടന്നിരുന്നേ. പിന്നീട് എന്ത് സംഭവിച്ചു? പിന്നീട് അയങ്ങേരെ കൊണ്ട് തുറുങ്കിൽ അടയ്ക്കുകയോ ചെയ്തേ. പക്ഷെ ഇതോടുകൂടി കുട്ടിനാരായണന്റെ വീട് ആകെപ്പാടെ ദയനീയ അവസ്ഥയിലായിപ്പോയി. പണവും സ്വർണ്ണം എല്ലാം അവര് വന്ന് കണ്ടുകെട്ടി എടുത്തുകൊണ്ട് പോയി. ഒരു പൈസ പോലും വീട്ടിലില്ലാതായി. അത്രയും കാലം നാട്ടുകാരെയൊക്കെ സഹായിച്ചിരുന്നു. പക്ഷെ കള്ളന് രാമോദരൻ അറിഞ്ഞ നിമിഷം മുതൽ അവരെല്ലാരും കുട്ടിനാരായണനെയും കുട്ടിനാരായണന്റെ അമ്മേനെയും വെറുക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ അവസാനത്തെ അരമണിയും വീട്ടിൽ തീർന്നു കഴിഞ്ഞപ്പോഴത്തേനും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു കുട്ടിനാരായണന്. അമ്മയുടെ സങ്കടം കണ്ടു കഴിഞ്ഞപ്പോൾ കുഞ്ഞു കൊച്ചാണെ പോലും അതിനും വല്ലാത്ത വിഷമമായിപ്പോയി. അവസാനം കുട്ടിനാരായണൻ ഒരു കാര്യം തീരുമാനിച്ചു. അമ്മേനെ എങ്ങനെ സഹായിച്ചേ പറ്റുള്ളൂ, അരിക്കുള്ള വക ഉണ്ടാക്കണം. അങ്ങനെ കുട്ടിനാരായണൻ ഇറങ്ങി അങ്ങോട്ട് നടക്കുവാണ്. പിന്നീട് കാണിക്കുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ തിരുവമ്പാടി ക്ഷേത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രീകൃഷ്ണ ക്ഷേത്രമാണ്. അപ്പൊ ആ ക്ഷേത്രമാണ് കാണിക്കുന്നത്. അവിടെ ഉറിയടി മത്സരം നടക്കുവാണ്. അപ്പൊ ഉറിയടി മത്സരം നടക്കുമ്പോൾ കുറെ കുഞ്ഞു ചെറുക്കൻകുട്ടികൾ അവിടെ വന്ന് മത്സരത്തിനായിട്ട് ഒരുങ്ങി നിൽക്കുന്നുണ്ട്. കുറെ ആൾക്കാരെല്ലാം ഉണ്ട്. വലിയ ചെണ്ടകൊട്ടുമൊക്കെ ആയിട്ട് വലിയ ഉറിയടി മത്സരം അവിടെ നടക്കുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആ മത്സരത്തിന്റെ ഒരാൾ വന്നിട്ട് പറഞ്ഞു, അതെ ഇവിടെ ഏറ്റവും വലിയ മത്സരം നടക്കാൻ പോകുന്നത്. എല്ലാ തവണ മത്സരത്തിൽ ജയിച്ചു കഴിയുമ്പോൾ അരിയോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ആയിരിക്കും കൊടുക്കുന്നത്. പക്ഷെ ഇത്തവണ അങ്ങനെയല്ല. ഈ തവണ ഒരു സ്വർണ്ണ നാണയം വന്ന് പറഞ്ഞിട്ട് ഒരു സ്വർണ്ണ നാണയം ആ ഉറിക്കകത്തേക്ക് വെക്കുവാണ്.
ഈ ഉറി അടിച്ച് പൊട്ടിക്കുന്നവർക്ക് ഈ സ്വർണ്ണ നാണയം എടുക്കാന്ന് പറയണ. കുട്ടികൾക്കെല്ലാം ഭയങ്കര ആകാംക്ഷയെ. പെട്ടെന്ന് അയാൾ പറഞ്ഞു, ഈ ചുറ്റും കൂടിയിരിക്കുന്ന ഇവർക്ക് എല്ലാവർക്കും മത്സരത്തിൽ പങ്കെടുക്കാട്ടോ, എല്ലാവരും പങ്കെടുക്കണമെന്ന് പറയണം. അങ്ങനെ ആദ്യമായിട്ട് ഒരു കുട്ടി വന്ന് അങ്ങനെ മത്സരത്തിന് പങ്കെടുത്തു. അങ്ങനെ ഉറി അടിക്കാൻ നോക്കിയിട്ട് അവൻ അടിക്കാൻ പറ്റിയില്ല. ഈ സമയത്താണ് കുട്ടിനാരായണൻ അങ്ങോട്ട് വരുന്നേ. കുട്ടിനാരായണൻ അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, അതേ എനിക്ക് മത്സരിക്കണം, ഇനി അടുത്ത് ഞാൻ മത്സരിക്കാന്ന് പറയണം. പെട്ടെന്ന് അതിനെന്താ ആയിക്കോളൂ, വന്ന് മത്സരിച്ചോളെന്ന് അയാൾ പറയണം. പെട്ടെന്ന് അവിടെ ചുറ്റും കൂടി എന്നൊരു കൊച്ചു പറഞ്ഞു, അതെ ഇവനെ മത്സരിപ്പിച്ചാൽ ഞങ്ങൾ ആരും കളിക്കില്ല കേട്ടോ എന്ന് പറയണം. അതെന്താ അങ്ങനെ? ഇവനുണ്ടല്ലോ, ഇവനാ കള്ളൻ രാമഭദ്രന്റെ മോനാന്ന് പറയണം. പെട്ടെന്ന് എല്ലാവരും ഒരു നിമിഷം നിശബ്ദമായി. ഓഹോ അങ്ങനെയാണല്ലേ, അങ്ങനെയാണ് ഇവനെ മത്സരിപ്പിക്കണ്ടെന്ന് പറയണം. ഇവനും കള്ളനാന്നാ പറയുന്നത് കേട്ടത്, കൊച്ചാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്ന് പറയണം. അവസാനം മത്സരിപ്പിക്കാൻ നിന്നയാൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി. അയാൾക്ക് വേറെ നിവൃത്തിയൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ കുട്ടിനാരായണൻ തിരിച്ച് നാണക്കേടോട് തിരിച്ച് വീട്ടിലേക്ക് പോരുവാണ്. ഉണ്ണിമോള് ചോദിച്ചു, പിന്നീട് എന്ത് സംഭവിച്ചു? കുട്ടിനാരായണന് മത്സരിക്കാനൊന്നും പറ്റില്ലല്ലേ, പിന്നെ എങ്ങനെ കുട്ടിനാരായണൻ ആഹാരത്തിലുള്ള വകയുണ്ടാക്കി അവരുടെ അമ്മേനെ സഹായിച്ചെന്നൊക്കെ ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗിരിദേവൻ പറഞ്ഞു, അവൻ വളരെ സങ്കടത്തോടു കൂടിയാണ് പിന്നീട് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞിട്ട് അമ്മയോട് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സങ്കടമായി. അമ്മ പറഞ്ഞു, നീ വിഷമിക്കണ്ട കേട്ടോ മോനെ, നീ ആ ശ്രീകൃഷ്ണൻ അവിടെ പോയി നന്നായിട്ട് പ്രാർത്ഥിച്ചോ, ഉണ്ണിക്കണ്ണൻ നിനക്ക് തുണയായിട്ട് വരും, നമ്മുടെ കഷ്ടതകളും ബുദ്ധിമുട്ടുകളും എല്ലാം മാറ്റുമെന്ന് പറയുവാണ്. പിന്നീട് കുട്ടിനാരായണൻ എന്താ ചെയ്യാൻ, നേരെ ക്ഷേത്രത്തിലേക്ക് വരുവാണ്. ക്ഷേത്രത്തിലേക്ക് വന്ന് കൈകൂപ്പിന്ന് അവിടെ നിന്ന് പ്രാർത്ഥിക്കുക. എൻ്റെ ഭഗവാനെ, എൻ്റെ വീട്ടിൽ അപ്പടി ദാരിദ്ര്യമാണ്, അരി പോലും ഇല്ലാത്ത അവസ്ഥയാണ്. എൻ്റെ അമ്മേനെ എന്നെ കാത്തോളാണേ, ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അന്നൊക്കെ കൊച്ചു കൂട്ടിന്ന് മനമുരിന്ന് പ്രാർത്ഥിക്കുവാണ്. എന്നോട് ആരും കളിക്കാൻ പോലും കൂട്ടാക്കുന്നില്ല. ഞാൻ കള്ളൻ്റെ മോനാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഭഗവാനെ, എന്നെ കാത്തോണേന്ന് പറഞ്ഞുകൊണ്ട് അവൻ അറിയാവുന്ന പോലെ തന്നെ അവന് അറിയാവുന്ന ഭാഷയെല്ലാം അവൻ പ്രാർത്ഥിക്കുവാണ് ദൈവത്തോട്. മനമുരിയിൽ നിന്നിട്ടാ കൃഷ്ണനോട് പ്രാർത്ഥിക്കുന്നത്. അതിനുശേഷം തിരിച്ചു പോകാനായിട്ട് തുടങ്ങുവാണ്. ഉണ്ണിമോള് കഴിഞ്ഞു, അല്ല പിന്നീട് എന്ത് സംഭവിച്ചു, അവനെ ഉണ്ണിക്കണ്ണം വന്ന് അനുഗ്രഹിച്ചു എന്ന് ചോദിക്കുകയാണ്. അതിനുശേഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗിരിദേവൻ പറയാണ്, അവൻ വീട്ടിലേക്ക് പോരായിട്ട് നടക്കുമായിരുന്നു. ഈ സമയത്ത് പെട്ടെന്ന് ഒരു കുട്ടി അങ്ങോട്ട് മുമ്പിലേക്ക് വന്ന് നിന്നു. അപ്പോൾ കുട്ടിനാരായണൻ ചോദിച്ചു, എന്താ ഞാൻ കളിക്കാൻ കൂടിയാൽ മതിയെന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് കുട്ടിനാരായണൻ ചോദിച്ചു, ഇതെന്താ മറിമായി? കുട്ടിനാരായണൻ വിളിച്ചു, കുട്ടി ഏതാ, എനിക്ക് അറിയില്ല എന്ന് പറയണ. ഞാനോ? ആഹാ, ആരാന്ന് അറിയില്ലല്ലേ, അപ്പൊ എന്നോട് കളിക്കാൻ വരാൻ പറഞ്ഞോ, അപ്പൊ എന്നെ വിളിച്ചില്ലായിരുന്നു ചോദിക്കും. ഇല്ല, ഞാൻ നിങ്ങളെ കളിക്കാൻ വിളിച്ചില്ലെന്ന്, വെറുതെ കള്ളം പറയല്ലേ, എന്നോട് ഒന്നും പറഞ്ഞില്ലായിരുന്നോ, എൻ്റെ കൂടെ ആരും കളിക്കാൻ കൂട്ടില്ല എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചായിരുന്നല്ലോ, അപ്പൊ എൻ്റെ കൂടെ കളിക്കാൻ വരണോന്ന് പറഞ്ഞായിരുന്നല്ലോ എന്ന് പറയണം. ഞാനോ? ഞാൻ അങ്ങനെ ആരുടെ വന്ന് പറഞ്ഞിട്ടില്ല, ഞാൻ ആകപ്പാടെ കൃഷ്ണന്റെ അവിടെ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചോളൂ. എൻ്റെ അമ്മ പറഞ്ഞ് അങ്ങനെ പോയി പ്രാർത്ഥിക്കുവാണെങ്കിൽ എൻ്റെ കൂടെ കളിക്കാണ്ട് കൃഷ്ണൻ വരുമെന്നാ പറഞ്ഞ്, അതുകൊണ്ട് ഞാൻ പോയി പ്രാർത്ഥിച്ചാന്ന് പറയാണ്. പെട്ടെന്ന് ആ മോൻ ചോദിക്കുകയാണ്, അല്ല എന്നെ വിശ്വാസം ഇല്ലേന്ന് ചോദിക്കുകയാണ്. ഞാൻ കണ്ണനാന്ന് പറയാം. കണ്ണൻ? ഏത് കണ്ണൻ? എനിക്കറിയില്ലോ എന്ന് പറയണ. അതെ, ക്ഷേത്രത്തിൽ വെച്ച് പ്രാർത്ഥിച്ചില്ലേ ഉണ്ണിക്കണ്ണനോട്, ആ ഉണ്ണിക്കണ്ണൻ തന്നെയാന്ന് പറയണം. പിന്നെ അങ്ങനെയാണെങ്കിൽ ഓടക്കുള്ളിൽ കാണണമെന്ന് പറയണ കയ്യില്. പെട്ടെന്ന് ശ്രീകൃഷ്ണൻ തന്റെ ഓടക്കുള്ളെടുത്ത് ഊതി കാണിക്കുകയാണ്. അങ്ങനെയാണ് മയിൽപ്പീലിയും കാണുമെന്ന്. പെട്ടെന്ന് മയിൽപ്പീലിയും തലേ വെച്ചു. ഇപ്പൊ വിശ്വാസമായില്ലേ ഞാൻ ഉണ്ണിക്കണ്ണനാന്ന്. അങ്ങനെ നമ്മുടെ സാക്ഷാൽ ഭഗവാൻ വേഷം മാറി കുട്ടിനാരായണന്റെ മുമ്പിലേക്ക് വന്നതായിരുന്നു. കുട്ടിനാരായണന് ഭയങ്കര സന്തോഷമായി. അന്ന് നമുക്കിനി കളിച്ചാലോ എന്ന് ചോദിക്കണം. കളിക്കാന്ന് പറയാണ്. പിന്നീട് ഉണ്ണിമോള് ചോദിച്ചു, പിന്നീട് എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുകയാണ്. എന്ന് ഗിരിദേവൻ പറഞ്ഞു, ഉണ്ണിക്കണ്ണനും നാരായണൻകുട്ടിയും കൂടെ കളിക്കാനായിട്ടൊക്കെ ആരംഭിച്ചു. നാരായണൻകുട്ടി ഭയങ്കര സന്തോഷമായി. തന്നോടൊപ്പം കളിക്കാൻ ഒരാളെങ്കിലും കൂട്ട് കിട്ടിയില്ലോ എന്ന് പറയാണ്. അല്ല, അവന്റെ കഷ്ടതകളൊക്കെ മാറിയോ, അവൻ അരിയൊക്കെ കിട്ടിയോ എന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് ഗിരിദേവൻ പറഞ്ഞു, അവനെ അങ്ങനെ ഉപേക്ഷിച്ച് കളയാനായിട്ട് പറ്റുമോ? നമ്മുടെ കൃഷ്ണ ഭഗവാന്റെ ഭക്തനല്ലേ, മുമ്പ് കേട്ടിട്ടില്ലേ കുജാലന്റെ കാര്യം? കുജാലന് അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു. അങ്ങനെ കൃഷ്ണനോട് സഹായം അഭ്യർത്ഥിക്കാൻ വേണ്ടി വന്നതാ. പക്ഷെ അത് ചോദിക്കാൻ വേണ്ടി കുജാലിന് പറ്റിയില്ല. അവസാനം കുജാലൻ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവിടെ തന്റെ ചെറിയ കുടിലിന്റെ സ്ഥാനത്ത് ഒരു മണിമാളികയും അതോടൊപ്പം തന്നെ തന്റെ ഭാര്യയും മക്കളും നല്ല അടിപൊളി വേഷമൊക്കെ ഇട്ട് നിൽക്കുന്ന കണ്ടത്. അങ്ങനെ കുജാലിന് മനസ്സിലായി ഭഗവാൻ കൃഷ്ണനാണ് തന്നെ സഹായിച്ചെന്നൊക്കെ. അപ്പൊ അതുപോലെ തന്നെ സഹായിച്ചോന്ന് ഉണ്ണിമോള് നേരെ ചോദിക്കുന്നുണ്ട് ഗിരിദേവനോട്. ഇത് കേട്ടപ്പോഴത്തേക്കും ഗിരിദേവൻ പറഞ്ഞു, സഹായിച്ചോന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എന്ന് പറഞ്ഞ് കുജാലൻ കാണാൻ പോയെന്ന് പറഞ്ഞ് തന്റെ സമ്പന്നനായ കൂട്ടുകാരനെയായിരുന്നു. പക്ഷെ ഇവിടെ നാരായണൻകുട്ടി കാണാൻ പോയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭഗവാനോട് പ്രാർത്ഥിക്കാൻ പോയത്, ഭക്തർക്ക് അനുഗ്രഹം കൊടുക്കുന്ന, ഭക്തരുടെ സങ്കടങ്ങളൊക്കെ മാറ്റുന്ന ഭഗവാനോട് പ്രാർത്ഥിക്കാൻ പോയെന്ന് പറയാണ്. അല്ല, എന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് അനുഗ്രഹം കിട്ടിയോ?
കുട്ടിശങ്കരുടെ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ മാറിയോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗിരിദേവൻ ഒന്ന് ചിരിക്കുവാണ്. അപ്പൊ ഇതിന്റെ ബാക്കി വിശേഷങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈകുന്നേരത്തെ പ്രൊമോയിൽ ഞാൻ വന്ന് പറയാട്ടോ. ഇതിന്റെ ബാക്കി കഥകളായിരിക്കും നമ്മളിനി അറിയാൻ പോകുന്നത്. അപ്പൊ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.